ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നാത്തൂൻ്റെ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അന്ന് അവിടെ നാത്തൂനും അളിയനും ഒക്കെ ചിക്കൻ ഗ്രില്ല് ചെയ്തതും റൈസൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഇതൊന്നും ചെയ്താൽ റെഡി ആവില്ല, ടേസ്റ്റൊക്കെ മാറിപ്പോവും. നല്ലപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്പൈസസ് ചേർക്കാം. ഗ്രാമ്പു, ഏലക്കായ, പട്ട ഇതെല്ലാം ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചതക്കിയൊന്നും വേണ്ട, അങ്ങനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നേരം വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തക്കാളി പേസ്റ്റാണ്. നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്നില്ലേ, അതുപോലെയുള്ള പാക്കറ്റിൻ്റെ പകുതിയോളം ചേർത്താൽ മതിയാകും. കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു മാഗി ക്യൂബ് കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും അതുപോലെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഈ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത്. അത് വെച്ച് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റായി കിട്ടുന്നത്. അരി ഇട്ടതിന് ശേഷം വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പം ചൂടുള്ള വെള്ളം മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ അരി നിൽക്കുന്നതിൻ്റെ കുറച്ച് മേലെ വരെ വെള്ളം വേണം. ആ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം 2 വിസിലിന് വേവിച്ചെടുക്കാം. അരി ഇവിടെ ഇത്ത റെഡിയാക്കുന്ന സമയത്ത് തന്നെ അളിയന് പുറത്ത് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മാരിനേഷനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. അപ്പോഴാണ് നല്ലപോലെ ചിക്കനിലേക്ക് ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ നല്ലപോലെ ഇറങ്ങി വരുന്നത്. റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് റൈസെല്ലാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു വലിയ വാഴയിലെടുത്തിട്ട് അതിലേക്ക് ചോറ് നല്ലപോലെ വിളമ്പി അതിൻ്റെ മുകളിലായിട്ട് ചിക്കനും വെച്ച് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റി ചിക്കനും റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ നാത്തൂന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഈസി ഫുഡ്സ് ബൈ റഹ്മ എന്നാണ് ചാനലിൻ്റെ നെയിം. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്താനും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ ഒരു സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നതായിരുന്നു അന്ന്. പിറ്റേ ദിവസം രാവിലെയായി. ഇന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നല്ലപോലെ ചെടികളൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണിത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അതെന്തുമാവട്ടെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഇതിലുള്ള പല ചെടികളും സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ കേട്ടോ, കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.